ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏശയ 30 അതിൻ്റെ 20-21 വചനം ഇങ്ങനെയാണ് പറയണത്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് നീ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. നമ്മുടെ കാതുകൾക്ക് പിന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്വരമാണ്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ്, ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്ന ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ കടത്തിവിടാറുണ്ട്. അതെനിക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഞാൻ ബിടെക്കിന് പഠിക്കുന്ന കാലഘട്ടം തൊട്ടാണ്. ശരിക്കും ഞാൻ പറയുന്ന ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ ഒരു സ്വരം എൻ്റെ പിന്നിൽ നിന്ന് പറയുന്ന എനിക്ക് അന്ന് തൊട്ടിട്ട് കേൾക്കാൻ പറ്റും. ഇത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം നീ കേൾക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ബാക്കി ശബ്ദങ്ങളെല്ലാം നമ്മുടെ കാതുകൾക്ക് മുന്നിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന അല്ലേ. നമ്മുടെ ചെവി ഇതാണ്, ഇതിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ കുറേ സ്വരങ്ങൾ കേൾക്കുന്നു. ഇതെല്ലാം കാതുകൾക്ക് മുന്നിൽ നിന്ന് കേൾക്കുന്നതാണ്. പക്ഷേ ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന്, പുറത്തുനിന്നല്ല. ഈ ഒരു സൗണ്ടിൻ്റെ സോഴ്സ് വരുന്നത് ഇറ്റ്സ് നോട്ട് ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ്സ് ഫ്രം ഇൻസൈഡ്. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ചെവിക്ക് ഉള്ളിൽ നിന്നാണ്, കാതുകൾക്ക് ഉള്ളിൽ നിന്ന്, പിന്നിൽ നിന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളൊരു സ്വരം കേൾക്കുകയാണ്, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇപ്പം ഈ ഒരു വചനം ഞാൻ പറയാൻ കാരണം ഇതാണ്. ഞാൻ പണ്ട് ബിടെക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ സമയത്ത് അന്ന് എൻ്റെ ഫാദറിന് വലിയൊരു ആക്സിഡൻ്റായി ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ സഹനങ്ങൾ, കഷ്ടതകൾ എന്നൊക്കെ പറയുന്നത്. അതാ കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും. കഷ്ടതയുടെ അപ്പം നമ്മൾ ഭക്ഷിക്കേണ്ടി വരും, ക്ലേശത്തിൻ്റെ ജലം നമ്മൾ കുടിക്കേണ്ടി വരും. കഷ്ടതയിലൂടെയും ക്ലേശത്തിലൂടെയൊക്കെ നമ്മൾ കടക്കേണ്ടി വരും. ആ കടക്കുന്ന സമയത്താണ് യഥാർത്ഥ ഗുരുക്കന്മാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. അല്ല, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ടീച്ചർ, ഇൻസ്ട്രക്ടർ എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഗുരു. ഇനി അതൊരു ഇൻസ്ട്രക്ടറാണ് അല്ലേ, ഇൻസ്ട്രക്ടറാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലെ, നമ്മൾ ലാബിലൊക്കെയാണ് ഇൻസ്ട്രക്ടേഴ്സിനെ കണ്ടേക്കുന്നത്. ക്ലാസ് റൂമിൽ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ വരുന്ന തിയറിയാണ്. തിയറി നമുക്ക് പറഞ്ഞു തരാനുള്ള ടീച്ചേഴ്സിനെ നമുക്ക് ദൈവം ഇങ്ങനെ ഗുരുക്കന്മാരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രക്ടേഴ്സിനെ അല്ല, ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ ഇൻസ്ട്രക്ടറാണ്. ആശാൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടറാണ്. നമ്മളെ ഓടിക്കാൻ പഠിപ്പിക്കുക, പ്രാക്ടിക്കലി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ആളെയാണ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെയും ദൈവം നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അത് നമ്മുടെ കഷ്ടതയിലൂടെയും ഈ ക്ലേശത്തിലൂടെയൊക്കെ കടക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞു തന്ന് ഇതും വെച്ച് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ഇങ്ങനെ ശ്രവിക്കും. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും, ഇത് ഇന്ന കാര്യങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇന്ന വഴിക്ക് വേണം പോകാൻ. ഇത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. അപ്പോൾ അങ്ങനെ ഈ പപ്പ ഇങ്ങനെ ആക്സിഡൻ്റായി കിടന്ന സമയത്തൊക്കെ ഇതുപോലെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാട്ടിൽ. അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് വന്നിട്ട് ഞാൻ പുനലൂർ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി ചെങ്കോട്ട എത്തി, അങ്ങനെ ആ ഒരു റൂട്ടാണ് ഞാൻ പിടിച്ചു പോണേ. അപ്പോൾ ഞാൻ പുനലൂരിൽ നിന്ന് നമ്മുടെ KSRTC ബസ്സിൽ കയറി ഞാൻ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഇരിക്കുന്നത് ഈ 2 പേരിരിക്കുന്ന സീറ്റിൽ വിൻഡോ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എനിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ കൈ ഇങ്ങനെ ബസ്സിൻ്റെ കമ്പിയിൽ വെച്ചാൽ ഞാൻ യാത്ര ചെയ്യത്തുള്ളായിരുന്നു. അതിന് ശേഷം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ അവിടെ വെച്ചിട്ടേ ഞാൻ യാത്ര ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബസ് കംപ്ലീറ്റ് സീറ്റ് ഓക്യുപ്പൈഡ് ആണ്. ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. 2-3 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എത്തി. അത് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു സ്വരം വീണ്ടും ഇങ്ങനെ എന്നോട് പറയാൻ തുടങ്ങി, നീ ഇവിടുന്ന് മാറിയിരിക്കുക. ഇതിങ്ങനെ ശക്തമായിട്ട് പറയുക. അപ്പം ഞാൻ പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കി, സൈഡിലോട്ടൊക്കെ നോക്കി. അപ്പം അവിടെ സീറ്റൊന്നും ഇല്ല, കംപ്ലീറ്റ് ഫിൽഡാണ്. അപ്പം ഇങ്ങനെ ഒരു 2 സ്റ്റോപ്പും കൂടി മുമ്പോട്ട് പോയപ്പോൾ പുറകിൽ നിന്ന് 1-2 പേര് ഇറങ്ങി. അപ്പോൾ ബാക്കിൽ നിന്ന് അവർ ഇറങ്ങി. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ 3 പേരിരിക്കുന്ന സീറ്റിൽ നിന്ന് 1-2 പേര് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എണീറ്റു.
എണീറ്റിട്ട് അപ്പം എൻ്റെ ഇപ്പുറത്തിരുന്ന ആൾ എന്നോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒത്തിരി കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ ഞാൻ അതിങ്ങനെ കേൾക്കുന്നുണ്ട്, അയാളോട് മറുപടി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ കാതുകൾക്ക് പിന്നിൽ നിന്ന് കേൾക്കുന്ന ഈ ഒരു സ്വരം നമ്മളോട് പറയുകയാണ്, ഇവിടുന്ന് മാറിയിരിക്കുക, ഇവിടുന്ന് മാറിയിരിക്കുക. അപ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് പോയി. അപ്പോൾ അയാൾക്ക് എന്തോ ഇങ്ങനെ തോന്നി, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എണീറ്റങ്ങ് പോയി. എണീറ്റപ്പോൾ ഇയാൾ ഇങ്ങോട്ട് മാറിയിരുന്നു, ഈ ജനലിൻ്റെ സൈഡിലേക്ക് മാറിയിരുന്നു. അടുത്ത് വന്ന ആൾക്കാർ ഇങ്ങനെ ഫിൽഡായി ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സീറ്റിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്തിനാ ദൈവം എന്നെ മാറാൻ പറഞ്ഞത്? എന്നാൽ ഒരു കാര്യമില്ലാതെ അങ്ങനെ ഒരു സ്വരം നമ്മളോട് പറയില്ല മാറാനായിട്ട്. അപ്പം കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് റോഡ് പണി നടക്കുകയാണ്. റോഡ് പണി നടക്കുമ്പോൾ റോഡിൻ്റെ പകുതി സൈഡ് എന്തോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എന്തോ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ബസ് ഒത്തിരി ഇങ്ങനെ ചേർന്നാണ് പോണത്. അപ്പോൾ ബസ് നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബസ് ഒരു വളവിൽ ഇതുപോലത്തെ ഈ ഒരു ഹാഫ് റോഡേ ഉള്ളൂ, ഇതിങ്ങനെ ക്രോസ് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ ചെന്ന് ഈ വണ്ടിയുടെ ഒരു സൈഡ് ഇടിച്ചിട്ട് കുറേ ഇങ്ങനെ നിരങ്ങി ആ പോസ്റ്റിൽ ഓരഞ്ഞാണ് വണ്ടി പോയത്. ശരിക്കും ആ പോസ്റ്റിൽ ചെന്ന് ഇടിക്കണ സ്ഥലം ഞാൻ ഇരുന്ന ആ ഒരു സീറ്റിലാണ്. ശരിക്കും എൻ്റെ ഇപ്പുറത്തിരുന്ന ആളുടെ കൈക്ക് എന്തോ പറ്റിയായിരുന്നു അന്ന് ഇടിച്ചിട്ട്. ആ ഇടിച്ചപ്പോഴേ അയാൾ പെട്ടെന്ന് എൻ്റെ മുഖത്തോട്ടാണ് തിരിഞ്ഞു നോക്കിയത്. എൻ്റെ അടുത്തിരുന്ന ആൾ എന്നോട് ചോദിച്ചു, നിനക്കെന്താ വല്ലതും വെളിപാട് കിട്ടിയോന്ന് ചോദിച്ചു, മാറിയിരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും ബൈബിളുണ്ടാവും. അപ്പോൾ എനിക്ക് എന്തും ഈ ബൈബിളിലൂടെ ഒരു തെളിവ് തന്നാലും ഞാനിത് കൺഫേം ചെയ്യത്തുള്ളൂ, ഇതെന്താ ഇതിൻ്റെ റീസൺ. അന്ന് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ദൈവം എനിക്ക് തന്ന വചനമാണ് ഈ യെശയ്യാ 30 അതിൻ്റെ 20-21. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വരത്തെ നമ്മൾ പിന്തുടരേണ്ടതായിട്ടുണ്ട്. നമ്മളോട് ചെറുപ്പം തൊട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്, പല രൂപേണ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കും, ചിലർക്ക് എന്തെങ്കിലും പുസ്തകം വായിക്കുന്നതിലൂടെ ആയിരിക്കും ഉള്ളിലെ സ്വരം ശ്രവിക്കാൻ പറ്റുന്നത്, ചിലർക്ക് എന്തെങ്കിലും ഒരു മൂവി കാണുന്നതിലൂടെ ആയിരിക്കും, സിനിമ കാണുന്നതിലൂടെ ആയിരിക്കും, ചിലർക്ക് മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും. പല രൂപേണ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഏത് മീഡിയം വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, ആ മീഡിയത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഈ സ്വരം കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതൊരു യൂണി ഡയറക്ഷനിലാണ്. കാരണം ഈ സ്വരം ഇങ്ങനെ കേൾക്കുന്നു, ഇതനുസരിച്ച് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു യൂണി ഡയറക്ഷണൽ ഒരു കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഒരു സോഴ്സിൽ നിന്ന് മാത്രം വരുന്നു. കാരണം ഇതിനെക്കുറിച്ചാണ് ഈ സാധകൻ്റെ സഞ്ചാരമൊക്കെ ഇങ്ങനെ പറയുന്നത്. സാധകൻ ഒത്തിരി ഇടത്ത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ദൈവം എവിടാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത്. ഈ സാധകൻ ഈ ലോകം മൊത്തം നടക്കുകയാണ്. മലകൾ കയറി നടക്കുന്നു, കുന്നുകൾ കയറി നടക്കുന്നു, കടലുകൾ കടന്നുപോയി തിരയുന്നു, മറുകരയ്ക്ക് ചെന്ന് അവിടെ ദൈവമുണ്ടോ, അവിടുന്ന് അടുത്തടുത്തോട്ട് ചെല്ലുന്നു, അവിടെ ദൈവമുണ്ടോ. അവസാനം സാധകൻ തിരിച്ചറിയാണ്, ഇവിടെ എങ്ങും ദൈവമില്ല. ലാസ്റ്റ് ഈ സാധകൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമെന്ന് നീ അറിയുന്നില്ലേ. നിൻ്റെ ഹൃദയത്തിനുള്ളിൽ ദൈവമായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അത് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, യുഗയുഗാന്തങ്ങളായി ജ്ഞാനികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന മഹാരഹസ്യം ഇതാ വെളിപ്പെട്ടിരിക്കുന്നു, നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നു. ആ ദൈവം ആത്മാവായ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിൻ്റെ സ്വരമാണ് നമ്മൾ ഈ കാതുകൾക്ക് പിന്നിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇത് യൂണി ഡയറക്ഷനിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം ഇതിങ്ങനെ പറഞ്ഞു തരും, നമ്മളതനുസരിച്ച് ചെയ്യും. വേറെ അതിനെ ഒപ്പോസ് ചെയ്യാനോ ഇനി അതിനോട് ചോദ്യം ചെയ്യാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. അത് കുറേ കാലം അങ്ങനെ കാണും നമുക്ക്. അത് യൂണി ഡയറക്ഷണൽ മൂവ്മെൻറ്റാണ്. അപ്പം അതിങ്ങനെ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി, ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ബൈ ഡയറക്ഷനിലായി. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, ഒരു ആത്മീയതയിൽ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതെന്താ എന്നോട് കയറണ്ടെന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഒരു ബസ് വരും, ഞാനൊക്കെ വണ്ടർ അടിച്ചിട്ടുണ്ട്. ഒരു KSRTC ബസ് വന്ന് നിൽക്കും, നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് കാലിയായിരിക്കും. ആ സമയത്ത് പറയും നീ കയറണ്ടെന്ന്. എന്നിട്ട് രണ്ടാമതൊരു ബസ് വരും, ഒന്ന് ഇടിച്ചു കുത്തിയ ആളായിരിക്കും, കാല് പോലും കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മളോട് പറയും കയറിക്കോളാൻ പറയും. നമ്മൾ ഒരുമാതിരി പരിപാടി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷേ സംഭവം എന്താണെന്നറിയോ, നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് സീറ്റ് കിട്ടും, അത് ഉറപ്പാണ്, എത്ര തിരക്കുണ്ടെങ്കിലും. അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ആ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ ഒരു യാത്രയിൽ
അയാളുടെ ജീവിതയാത്ര ആണത്. ആ ഒരു യാത്രയിൽ നമ്മളെക്കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിങ്ങനെ ഒരു ഗൈഡൻസ് അനുസരിച്ച് പോകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയത്തുള്ളൂ. വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. ഒന്നിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടില്ല നമുക്ക്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞിട്ട് ആൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അല്ലേ, വേറൊരാളല്ല. അപ്പോൾ ഒരു സത്യമായ കാര്യം നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഇത് യേശുക്രിസ്തു മനസ്സിലാക്കി തന്നാലേ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നാലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പം 2 ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നതാണ്. ഇതിങ്ങനെ പതുക്കെ ആദ്യം ഒക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അല്ലേ, നമ്മൾ ഓരോ ഭാഷ സംസാരിക്കണത് ഇങ്ങനെയാണ്. മലയാളം പറയാൻ പഠിച്ചത് ഇങ്ങനെയാണ് അല്ല. ഇപ്പം ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ലാംഗ്വേജൊക്കെ ശരിയാണോ, അതോ ടെൻസൊക്കെ ശരിയാണോ, പാസ്റ്റ് ടെൻസ് ആണോ, പ്രസൻറ്റ് ടെൻസ് ആണോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല പറയുന്നത്. കാരണം ഇതിങ്ങനെ സംസാരിച്ച് നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം ഇങ്ങനെ ട്യൂൺ ചെയ്യപ്പെടുവാണ്. അങ്ങനെയാണ് ലാംഗ്വേജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത് അങ്ങനെയാണ്, സംസാരിച്ചാണ് പഠിക്കാൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ഉള്ളിലെ സ്വരത്തോട് നമ്മൾ പതുക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ. ആദ്യമൊക്കെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് കറക്റ്റ് ചോദിച്ചാൽ പറയുക, ഇന്ന സ്ഥലത്ത് ഞാൻ ചവിട്ടി, ഇന്ന സ്ഥലത്ത് വണ്ടി നിന്നുപോയി, ഇന്ന സ്ഥലത്ത് ആശാൻ എന്നെ ചീത്ത പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കറക്റ്റ് പറയും. പക്ഷേ ഓടിച്ച് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അടുത്ത ദിവസം പോകുന്നു, വീണ്ടും ഓടിക്കുന്നു, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ലൈസൻസ് എടുക്കുന്നു, വീണ്ടും വണ്ടി ഓടിച്ച് നന്നായിട്ട് കൈ തെളിയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തെന്ന് വെച്ചു. 100 കിലോമീറ്റർ കഴിയുമ്പോൾ എന്നോട് ഒരാൾ വന്ന് ചോദിക്കുക, എൻ്റെ മോനെ നീ എവിടേക്കാടാ ചവിട്ടിയത്? എനിക്ക് അറിയത്തില്ല, ഞാൻ ചവിട്ടേണ്ടതെല്ലാം ചവിട്ടിയിട്ടുണ്ട്. നീ എവിടേക്ക് നീ ഗിയർ ചേഞ്ച് ചെയ്തു? ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട പൊസിഷനിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എവിടെയൊക്കെ നീ ഓൺ അടിച്ചു? എനിക്കറിയത്തില്ല. ഓൺ അടിക്കേണ്ടടുത്തെല്ലാം ഞാൻ ഓൺ അടിച്ചിട്ടുണ്ട്. ഏതൊക്കെ സിഗ്നൽ ക്രോസ് എനിക്കറിയത്തില്ല. സിഗ്നൽ ക്രോസ് ചെയ്യേണ്ടടുത്ത് അതിൻ്റെ റൂൾസ് അനുസരിച്ച് തന്നെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ഉള്ളിൽ ഒരു സ്കില്ല് ഡെവലപ്പായി വന്നിട്ടുണ്ട്, ഡ്രൈവർ എന്ന് പറഞ്ഞ സ്കില്ല്. പിന്നെ ഞാൻ എഫേർട്ട് എടുക്കണ്ട, ഈ സ്കില്ല് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ തന്നെ ഈ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനോട് നമ്മളിങ്ങനെ സംസാരിച്ച് അവനെ സംസാരിച്ച് ഇതിങ്ങനെ ഒരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് അത്. അതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എൻ്റെ ഉള്ളിൽ ഒരു സ്കില്ല് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, ഇവനുമായിട്ട് സംസാരിക്കുക. ഇപ്പം ഞാൻ പോലും അറിയാതെ അവനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മൾ സംസാരിച്ച് തുടങ്ങും. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇത് പക്ഷേ ഞാൻ റിയലൈസ് ആവുന്നില്ല ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന കാര്യം. പക്ഷേ പണ്ട് റിയലൈസ് ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് 2005 2005 മുതലാണ് ഈ സ്വരം ആദ്യമായിട്ട് കേൾക്കാൻ തുടങ്ങുന്നത്. പിന്നെ അതുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഈ 2022 നിൽക്കുമ്പോൾ ഇത് ഞാനൊരു എഫേർട്ട് എടുക്കണ്ട ഇതുമായിട്ട് സംസാരിക്കാനായിട്ട്. കാരണം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തേക്കാം. ഞാനും എൻ്റെ പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ, ഞാനും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവും തമ്മിൽ ഒരു ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ, അതിനൊരു സ്പേസ് എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതനുസരിച്ചാണ് ഈ സംഭവങ്ങൾ പയ്യെ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകും. ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അതെങ്ങനെയാണെന്ന് ഇത് പറഞ്ഞു തരും. ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു തരും. ഇനി ആത്മീയ ശുശ്രൂഷയിൽ ഇതുപോലെയാണ്. ഈ കൗൺസിലിംഗ് ശുശ്രൂഷയിലൊക്കെ ഇടപെടുന്നവർ ഇങ്ങനെയാണ്. കാരണം ഇതൊരു ഇൻ്റർ കമ്മ്യൂണിക്കേഷനാണ്, ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷനാണ്. ദൈവത്തോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെയാണ്. കാരണം ഈ ഒരു മീഡിയം ത്രൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് പയ്യെ പറഞ്ഞു തരാൻ തുടങ്ങും, വഴികൾ പറഞ്ഞു തരാൻ തുടങ്ങും. ഇന്ന വഴിക്ക് പോകണം. അപ്പോൾ ഒരു ഇതിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, മതി നിർത്തിക്കോ, ഇനി ഈ ട്രാക്കിൽ ചെന്ന് ജോലി ചെയ്താൽ മതി എന്ന് നമ്മളോട് പറഞ്ഞു തരും. അത് നമുക്ക് വ്യക്തമായിട്ട് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ വഴി ഏതാ അല്ലേ, നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെല്ലുന്നു, ഒരു 10 വഴി കിടപ്പുണ്ട്, ഇതിൽ ഏത് വഴിക്ക് പോകണം? ശരിയല്ലേ, ഏത് വഴിക്ക് പോകണം? ഇപ്പം നമ്മൾ ഹൈവേയിലൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം, സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വണ്ടി നിർത്തിയിട്ട് മിണ്ടാതെ എടുത്ത് പോവുകയാണോ? അതിനല്ല സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മളിതുപോലെ യാത്ര ചെയ്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊന്ന് വണ്ടിയെ പഠിക്കുന്നു. ഈ വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണ്? ഞാൻ പോകേണ്ട ഡയറക്ഷൻ സെയിം ആണോ, ശരിയാണോ, ഈ ഡയറക്ഷൻ തന്നെയാണോ പോകേണ്ടത്, അതിലേക്കാണോ ഞാൻ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വന്ന വഴി കറക്റ്റാണോ?
ഇനി വല്ല ഷോർട്ട് കട്ട് ഉണ്ടോ? വണ്ടിയുടെ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? പെട്രോളൊക്കെ ഉണ്ടോ? ഇനി വണ്ടിയുടെ എയറൊക്കെ ഉണ്ടോ? എൻജിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ഇനി വണ്ടിയെല്ലാം കണ്ടീഷനാണ്, ഓടിക്കുന്ന എൻ്റെ കണ്ടീഷൻ എന്താ? അല്ല, ഒരു സ്ഥാപനത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, ഒരു ഭവനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുടെ എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? എന്നെ ഉറക്കം കീഴ്പ്പെടുത്തുന്നുണ്ടോ? അതോ ഞാൻ അലസനാണോ? എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ജാഗ്രതയുണ്ടോ വണ്ടി ഓടിക്കാനായിട്ട്? ഇതെല്ലാം മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു സമയമാണ് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്നും പറഞ്ഞ് നമ്മളെ നിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത വഴികളിൽ ഓരോ സമയത്തും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഉള്ളിലെ ആളോട് ചോദിക്കുക, കർത്താവേ, ഇത് കറക്റ്റാണോ ചെയ്യുന്നത്? ഇങ്ങനെയാണോ പോകേണ്ടത്? ഇങ്ങനെ മാറ്റം വരുത്തണോ? എന്താ നിൻ്റെ അഭിപ്രായം? അതനുസരിച്ച് പതുക്കെ ചേഞ്ച് വരുത്തുക, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ദൈവത്തോട് ഒന്ന് സംസാരിച്ച് തുടങ്ങണം. അപ്പസ്തലന്മാരൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടാണ് തോമസ് ലീഗ ഇന്ത്യയിൽ വന്നത്. പിന്നെ തോമസ് ലീഗയുടെ ഉള്ളിലെ ആൾ പറഞ്ഞു കൊടുത്തു, നേരെ ഇന്ത്യയിലേക്ക് ചെല്ലും, അവിടെ കേരളത്തിൽ കുറേ ആത്മാക്കളുണ്ട്, ആ ആത്മാക്കൾക്ക് ആദ്യം രക്ഷ വേണ്ടത്, നേരെ അങ്ങോട്ട് ചെല്ലും എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങോട്ട് അയച്ചു. അവർ ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളിലെ വ്യക്തിയായിട്ട് നമ്മളെപ്പോഴും നടത്തണം, ഉള്ളിലെ ദൈവമായിട്ട് നടത്തണം. അതായത് യുഗയുഗാന്തികളായി ജ്ഞാനികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന മഹാരഹസ്യമിത വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് കണ്ടെത്താം, ആ കർത്താവിനോട് കൂടി നമുക്ക് സംസാരിക്കാം, അവൻ പറയുന്ന വഴിയെ നമുക്ക് നടന്നു നീങ്ങാം. അതിനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മ നമുക്ക് തരട്ടെ. കാരണം അപ്പസ്തോലന്മാരെയൊക്കെ അമ്മയാണ് ഒരുക്കിയെടുത്തത്. എന്നിട്ട് ഓരോരുത്തരോടും അല്ലേ, യോഹന്നാനോട് പറഞ്ഞ് നീ എഫേസോസിലോട്ട് പോകും, പത്രോസിനോട് പറഞ്ഞ് നീ റോമിലോട്ട് പോകും. ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിട്ടത് യൂദാസിലോട്ട് നീ സ്പെയിനിലോട്ട് പോകും, തോമസിനോട് പറഞ്ഞ് നീ ഇന്ത്യയിലേക്ക് പോകും. കാരണം ഇത് എക്സാക്റ്റ് മനസ്സിലാക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് അമ്മയായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ റൂട്ട് നമുക്ക് ക്ലിയർ ആക്കി കിട്ടും. അപ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ, ഇങ്ങനത്തെ ഒരു ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ വഴി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നീ ഞങ്ങളെ ഒന്ന് സഹായിച്ചേക്കണേ. നീ ശിഷ്യന്മാരെ ഒരുക്കിയതുപോലെ ഞങ്ങളെയും ഒന്ന് സഹായിച്ചെടുക്കണേ. ആമേൻ.